നായർ സമുദായത്തിലെ സ്ത്രീകളെ വേട്ടയാടിയിരുന്ന ദുരാചാരമായിരുന്നു പുലപ്പേടിയും മണ്ണാപ്പേടിയും. നായർ സ്ത്രീകളുടെ ദുർവിധിയായിട്ടാണ് ഈ ആചാരത്തെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നത്. എന്നാൽ അക്കാലത്തെ ജനത പൊതുവെ അംഗീകരിച്ചിരുന്ന നാട്ടുനടപ്പായിരുന്നു എന്ന വാദവും ഉണ്ട്. പുരുഷന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ രാത്രികാലങ്ങളിൽ പുറത്തു പോകുന്നത് തടയാനായി എടുത്ത തീരുമാനം കാലാന്തരത്തിൽ ഒരു ആചാരമായി പരിണമിച്ചതാകാമെന്ന് കരുതുന്നവരും കുറവല്ല. കേരളം സന്ദർശിച്ച മധ്യകാല സഞ്ചാരികൾ മുതൽ പലരും വിവരിച്ചിട്ടുള്ള ഒരാചാരമാണിത്. ലഭ്യമായ രേഖകൾ അനുസരിച്ച് 1517 കേരളം സന്ദർശിച്ച സർബോസാണ് പുലപ്പേടിയെയും മണ്ണാപ്പേടിയെയും കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത്. പുലയർ, പറയർ, മണ്ണാൻ എന്നീ സമുദായങ്ങളിലെ പുരുഷന്മാർ നായർ സ്ത്രീകളെ അവരുടെ ഇഷ്ടം നോക്കാതെ സ്വന്തമാക്കുന്നതിനെയാണ് പുലപ്പേടിയെന്നും മണ്ണാപ്പേടിയെന്നും വിളിക്കുന്നത്. ഏതു സമയത്തും നായർ സ്ത്രീകളെ ബലാത്കാരമായി കൂട്ടിക്കൊണ്ടുപോകാൻ പുലയർക്കും മണ്ണാന്മാർക്കും സാധിക്കില്ല. അതിന് ചില വ്യവസ്ഥകളൊക്കെയുണ്ട്. പുലപ്പേടിയും മണ്ണാപ്പേടിയും കേരളമാകെ ഉണ്ടായിരുന്നുവെന്നാണ് വിഖ്യാത ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. പുലയരും മണ്ണാനും പറയരുമൊക്കെ ഇക്കാലത്ത് നായർ വീടുകളുടെ സമീപത്ത് ഒളിച്ചിരിക്കും. സന്ധ്യയ്ക്ക് ശേഷം സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ അവരെ തൊട്ട ശേഷം തൊട്ടേ തൊട്ടേ എന്ന് വിളിച്ചു പറയും. തൊടണമെന്നില്ല, കണ്ടാലും മതിയെന്ന വ്യവസ്ഥ ചില നാടുകളിലുണ്ടായിരുന്നു. കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാലും മതി. മറ്റു ചിലയിടങ്ങളിൽ ചുള്ളിക്കമ്പോ അടയ്ക്കയോ കല്ലോ കൊണ്ട് സ്ത്രീകളെ എറിഞ്ഞാലും മതി. രാത്രിയായതുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീയുടെ പ്രായം തിരിച്ചറിയണമെന്നില്ല. അതിനാൽ പ്രായമേറിയ സ്ത്രീകളും ഈ ആചാരത്തിന്റെ ഇരകളാകാറുണ്ട്. ആ സ്ത്രീ തന്നെ തൊട്ട സമുദായക്കാരനൊപ്പം പോകണമെന്നാണ് വ്യവസ്ഥ. അതിനു മുൻപ് താൻ ഭ്രഷ്ടയാക്കപ്പെട്ടുവെന്ന് സ്ത്രീ തന്നെ വിളിച്ചു പറയണം. സ്വന്തം വീട്ടിൽ കയറുകയുമില്ല. കുടുംബത്തിലെ മറ്റാർക്കും ഭ്രഷ്ടു വരാതിരിക്കാനാണ് വീട്ടിൽ കയറാത്തത്. അഥവാ കയറിയാൽ ബന്ധുക്കൾ കൊല്ലുകയോ ആർക്കെങ്കിലും വിൽക്കുകയോ ചെയ്യും. ഈ ആചാരത്തിന് സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ടായിരുന്നു. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. തനിച്ച് സഞ്ചരിക്കുന്നതോ വീടിന് പുറത്ത് ഇറങ്ങുന്നവരോ ആയ സ്ത്രീകളെ മാത്രമേ ഭ്രഷ്ടരാക്കി സ്വന്തമാക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. 3 വയസ്സെങ്കിലും പ്രായമുള്ള ആൺകുട്ടിയൊപ്പമുണ്ടെങ്കിൽ അവരെ തൊട്ട് ഭ്രഷ്ടരാക്കി സ്വന്തമാക്കാൻ പാടില്ല. ഗർഭിണിയായ സ്ത്രീയാണ് ഭ്രഷ്ട ആയതെങ്കിൽ പ്രസവം കഴിഞ്ഞേ അവളെ സ്വന്തമാക്കാൻ പാടുള്ളൂ. ഈ ഗർഭിണിയെ പ്രത്യേകം പുരകെട്ടി അവിടെ പാർപ്പിക്കണം. ഗർഭിണി പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ആ അമ്മയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ തടസ്സമില്ല. കർക്കിടക മാസത്തിലാണ് ഈ ആചാരം അരങ്ങേറിയിരുന്നതെന്ന് ഹെർമൻ ഗുണ്ടറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർക്കിടക മാസത്തിലെ ഉച്ചാരം നാൾ മുതൽ 10-ാം ഉദയം വരെയാണ് ആചാരകാലമെന്ന് മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട്. ഉച്ചാരം നാളെന്നാൽ മകരമാസം 28-ാം തീയതിയും 10-ാം ഉദയമെന്നാൽ മേടമാസം 10-ാം തീയതിയുമാണ്. ഓരോ പ്രദേശത്തും അവിടുത്തുകാർ നിശ്ചയിച്ചിരിക്കുന്ന കാലത്തു മാത്രമേ മണ്ണാപ്പേടിയും പുലപ്പേടിയും അരങ്ങേറിയിരുന്നുള്ളൂ. അല്ലാത്ത കാലത്ത് അത് ചെയ്യുന്ന പുലയർക്കും പറയർക്കും മണ്ണാന്മാർക്കും കഠിന ശിക്ഷ ലഭിച്ചിരുന്നു. നായർ സമുദായത്തിന്റെ ഉദ്ഭവവും വികാസവും ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ചരിത്രകാരന്മാർ ഈ ആചാരത്തെക്കുറിച്ച് പലവിധ നിരീക്ഷണങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. വയലുകളെ പുലങ്ങളെന്നാണ് ആദ്യകാലത്ത് വിളിച്ചിരുന്നത്. പുലങ്ങളിൽ കൃഷി ചെയ്യുന്നവരായതുകൊണ്ട് പുലയർ എന്ന വിളിപ്പേര് വന്നു. മണ്ണിന് വയൽ അല്ലാത്ത കരഭാഗം എന്നർത്ഥമുണ്ട്. കരഭാഗത്തെ മണ്ണിൽ കൃഷി ചെയ്തിരുന്നതുകൊണ്ടാണ് മണ്ണാന്മാർ എന്ന് വിളിച്ചിരുന്നത്. കേരളത്തിൽ വിവാഹമെന്ന ചടങ്ങ് ആരംഭിച്ചിട്ട് 150 വർഷമേ ആയിട്ടുള്ളൂ എന്ന വസ്തുത ചരിത്രകാരന്മാർ ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. അതുവരെ തനിക്ക് താൽപ്പര്യമുള്ളവരെ പങ്കാളിയാക്കുന്ന രീതിയാണ് പിന്തുടർന്നിരുന്നത്. കരുത്തും കർമ്മശേഷിയുമൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും ഇണകളെ ലഭിച്ചിരുന്നു. ഇന്നത്തേതുപോലെ ജാതകം നോക്കലോ ഇരു വീട്ടുകാർ തമ്മിൽ വിശദമായ ആലോചിക്കലോ ആളെക്കൂട്ടിയുള്ള ചടങ്ങുകളോ 150 വർഷം മുൻപുണ്ടായിരുന്നില്ല. കാട്ടുവാസികളായ നാഗന്മാർ കേരളത്തിൽ കൃഷിയിലൂടെ ഒരു സമൂഹമായി പരിണമിച്ചുവെന്നും അവരാണ് നായർമാരായി മാറിയതെന്നും അഭിപ്രായമുള്ള ചരിത്രകാരന്മാരുണ്ട്. നാടുണ്ടാകുകയും ക്രമേണ നാടുവാഴികളും തുടർന്ന് രാജഭരണവുമൊക്കെ വന്നപ്പോൾ നായർമാരുടെ സാമൂഹിക വ്യവസ്ഥയിൽ മാറ്റം സംഭവിച്ചു. മണ്ണിൽ പണിയെടുത്ത ആ കരുത്തന്മാർ ഭരണാധികാരികളുടെ സംരക്ഷകരായി മാറി. അവർ ആയുധമുറകൾക്ക് പിന്നാലെ പോയപ്പോൾ പുലയർ, പറയർ,
മണ്ണാൻ സമുദായങ്ങൾ കൃഷിയിലേക്കു തിരിഞ്ഞു. അടിമപ്പണിക്കാരനായ പുലയരെ പ്രലോഭിപ്പിച്ചു നിർത്താനും അവരുടെ വംശവും വംശഗുണവും വർദ്ധിപ്പിക്കാനും വേണ്ടി സവർണ മേധാവിത്വം കൗശലപൂർവ്വം അനുവദിച്ചു കൊടുത്തിരുന്ന ഒരു ഔദാര്യമായിരുന്നു ഈ ആചാരമെന്നും പറയപ്പെടുന്നു. മഴ പെയ്യാനും നല്ല വിളവുണ്ടാകാനും ഈ ആചാരം വച്ചു പുലർത്തേണ്ടത് ആവശ്യമാണെന്ന വിശ്വാസവും അക്കാലത്തുണ്ടായിരുന്നതായി ഇളംകുളം കുഞ്ഞൻപിള്ള എഴുതിയിട്ടുണ്ട്. പുലപ്പേടി, മണ്ണാപ്പേടി തുടങ്ങിയ ആചാരങ്ങൾ കടത്തനാട്ടിലും നിലനിന്നിരുന്നു. വടക്കൻ പാട്ടുകളിൽ ഇക്കാര്യം പറയുന്നുണ്ട്. കനകത്ത് കുങ്കിച്ചിയും പുലയരും എന്ന പാട്ടിൽ കനകത്ത് കുങ്കിച്ചിയെ പുലയർ അടയ്ക്കൊണ്ട് എറിയുന്നതും അതിന്റെ പേരിൽ അവൾ ജാതിയിൽ നിന്നും ഭ്രഷ്ടാകുന്നതും വ്യക്തമാക്കുന്നു. പുലയനോടൊപ്പം പോകാൻ തയ്യാറാകാത്ത കുങ്കിച്ചി ഒരു മാപ്പിളയുടെ കൂടെ പോയെന്നാണ് പാട്ടിൽ പറയുന്നത്. വേണാട് രാജാവായിരുന്ന കേരളവർമ്മയാണ് പുലപ്പേടിയും മണ്ണാപ്പേടിയും അവസാനിപ്പിച്ചത്. 1677 ഉമയമ്മ റാണി വേണാടിന്റെ അധികാരമേറ്റു. 3 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1680 കന്യാകുമാരി ജില്ലയുടെ ഭാഗത്തുകൂടി ഒരു മുഗൾ സൈന്യാധിപൻ വേണാട്ടിലേക്കു കടന്നു. കൊള്ളക്കാരനായ സൈന്യാധിപന്റെ ആക്രമണം ഭയന്ന് റീജന്റ് റാണിയായ ഉമയമ്മ നെടുമങ്ങാട് കൊട്ടാരത്തിലേക്ക് പോയി. തിരുവനന്തപുരത്ത് മണക്കാട് തമ്പടിച്ച മുഗളനാകട്ടെ നായന്മാരെ മുസ്ലിം മതരീതികൾ അനുവർത്തിക്കാൻ പ്രേരിപ്പിച്ചു. മുഗളന്റെ കൊള്ള നടക്കുന്ന കാലത്താണ് വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായ കേരളവർമ്മ തീർത്ഥയാത്രയുടെ ഭാഗമായി വേണാട് എത്തുന്നത്. ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളയാളും സാഹിത്യത്തിൽ പണ്ഡിതനുമായ അദ്ദേഹത്തെ ഉമയമ്മ റാണി വേണാട്ടു രാജകുടുംബത്തിലേക്ക് ദത്തെടുത്തു. യുദ്ധത്തിൽ മുഗളനെ കൊലപ്പെടുത്തിയ കേരളവർമ്മ പിന്നീട് പല ഭരണ പരിഷ്കാരങ്ങളും നടത്തി. പുലപ്പേടിയും മണ്ണാപ്പേടിയും നാടിന് യോജിച്ച ആചാരമല്ലെന്ന് വിലയിരുത്തിയ കേരളവർമ്മ വിളംബരം പുറപ്പെടുവിച്ചു. തലസ്ഥാനമായ കൊല്ലത്ത് നിന്ന് കൽക്കുളത്ത് ദർപ്പക്കുളങ്ങര കൊട്ടാരത്തിലെത്തിയ കേരളവർമ്മ കന്നിയിൽ വ്യാഴം നിന്ന് കൊല്ലം 871 മകരമാസം 25-ാം തീയതിയാണ് വിളംബരം നടത്തിയത്. മേലാൽ തോവാളയ്ക്ക് പടിഞ്ഞാറ്, കൊല്ലം കന്നേറ്റിക്ക് കിഴക്ക് കടൽ മലകൾ കിടക്കിപ്പെട്ട വേണാട്ടു രാജ്യത്ത് പുലപ്പേടിയും മണ്ണാപ്പേടിയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ ആജ്ഞയ്ക്ക് വിപരീതമായി പുലപ്പേടിയോ മണ്ണാപ്പേടിയോ ഉണ്ടായാൽ ആ പുലയരുടെയും മണ്ണാന്മാരുടെയും കുടുംബത്തെ ഒന്നടങ്കം, അതായത് സ്ത്രീകളുടെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടികളെപ്പോലും തോണ്ടിയെടുത്ത് വെട്ടിനുറുക്കും. ഈ കൽപ്പന മറുത്ത് പുലപ്പേടിയിലും മണ്ണാപ്പേടിയിലും പെടാൻ ഇടയാകുന്ന സ്ത്രീജനങ്ങൾ മുങ്ങിക്കുളിച്ചാൽ അവരുടെ ജാതിഭ്രഷ്ടെല്ലാം തീർന്നതായി ഗണിക്കാമെന്നും കൽപ്പിച്ചു. ഈ ആജ്ഞ പുല്ലും ഭൂമിയും കല്ലും കാവേരിയാറും ഉള്ള കാലത്തോളം നടപ്പിലിരിക്കുന്നതാണ്. ഇതിന് വിപരീതം പ്രവർത്തിക്കുന്നവർ ഗംഗാതീരത്ത് കപിലപ്പശുവിനെ കൊന്ന പാപം അനുഭവിക്കുമെന്നും വിളംബരത്തിലുണ്ട്. കൽക്കുളം താലൂക്കിലെ തിരുവിതാംകോട് റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു കല്ലിലാണ് 1699 ഈ വിളംബരം കൊത്തിവച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇത് കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നു. കൽസ്തംഭത്തിന്റെ ഒരു പകർപ്പ് പത്മനാഭപുരം കൊട്ടാരത്തിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുലപ്പേടി നിരോധിച്ചതിനെതിരെ പുലയ കലാപം നടന്നു. വൈകാതെ അതിനെ അടിച്ചമർത്തിയതിനെക്കുറിച്ച് വലിയ കേശിക്കഥ എന്ന തെക്കൻ പാട്ടിൽ വിവരിക്കുന്നുമുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് ഭരണം വരുന്നതുവരെ മലബാർ മേഖലയിൽ പറപ്പേടി എന്ന പേരിൽ അങ്ങേയറ്റം ഹീനമായ ഈ ആചാരം നിലനിന്നു. അവിടെ ബ്രാഹ്മണ സ്ത്രീകളെ പിടിച്ചുകൊണ്ടു പോകാറുണ്ടെന്നും ചില ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട്. പുലപ്പേടി നിരോധിച്ച കേരളവർമ്മയെ നായർ പടയാളികൾ വധിക്കുകയായിരുന്നു. സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ രക്ഷിച്ച ഒരു രാജാവിനെ നായർമാർ എന്തിനു കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് ചരിത്രകാരന്മാർക്ക് വിശ്വസനീയമായ ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഉമയമ്മ മഹാറാണിയാണ് കേരളവർമ്മയെ വധിക്കാൻ ഏർപ്പാടുകൾ ചെയ്തതെന്ന് ചരിത്രത്തിലെ പല ഏടുകളിലായി കാണാം. വിളംബരം പുറപ്പെടുവിച്ച കേരളവർമ്മയെ വധിക്കാൻ പിള്ളമാരെയും മാടമ്പിമാരെയും റാണി ഏർപ്പാടാക്കിയത്രേ. തിരുവനന്തപുരം ശ്രീപാദം കോയിക്കലിൽ താമസിച്ചിരുന്ന റാണി കേരളവർമ്മയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. രാത്രിയിൽ ഏറെ നേരം ഇരുവരും രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തു. മടങ്ങിപ്പോകാൻ നേരം കേരളവർമ്മ ഉടവാളെടുക്കാൻ തുനിഞ്ഞെങ്കിലും റാണി അതിന് സമ്മതിച്ചില്ല. പുറത്തേക്കിറങ്ങിയ കേരളവർമ്മയെ കോട്ടവാതിക്കൽ പതിയിരുന്ന കൊലയാളി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേരളവർമ്മയുടെ ജീവിത കഥാഖ്യാനമാണ് പുതുമാതപ്പാട്ട്. ഇതിൽ ഉമയമ്മ റാണിയുടെ ഒത്താശയോടെ പാണാംകുറുപ്പാണ് കേരളവർമ്മയെ കൊലപ്പെടുത്തിയതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആരാണ് പാണാംകുറുപ്പെന്ന് ഇന്നോളം ആർക്കും അറിയില്ല.
മണ്ണാപ്പേടിയും പുലപ്പേടിയും അവസാനിപ്പിച്ചതിനാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ കേരളവർമ്മയെ കൊലപ്പെടുത്തിയത്? ചരിത്രത്തിൽ ഉത്തരം കിട്ടാതെ അലയുന്നൊരു ചോദ്യമാണിത്. എന്തായാലും കേരളത്തിലെ നായർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിച്ച കേരളവർമ്മയുടെ അന്ത്യം അതിദാരുണമായിരുന്നു. അറുപിന്തിരിപ്പനായ ഒരു അനാചാരത്തെ തൂത്തെറിഞ്ഞ കേരളവർമ്മയ്ക്ക് ചരിത്രം ഉചിതമായ പദവിയോ സ്മരണയോ നൽകിയിട്ടുണ്ടോ? ഇല്ലെന്നു തന്നെ പറയാം.